ദേശാഭിമാനി വാരാന്ത പതിപ്പ് കള്ളൻ വിജയൻ ലേഖനം ഒഴിവാക്കി അച്ചടി തുടങ്ങി. കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ ലേഖനമുള്ളതിനാൽ വി.എസ്. അച്യുതാനന്ദന്റെ ഓർമ്മക്കുറിപ്പ് അടങ്ങിയ വാരാന്ത പതിപ്പ് ഇന്ന് ദേശാഭിമാനി പുറത്തിറക്കിയിരുന്നില്ല. എന്നാൽ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ ഒരു ലേഖനം പോലുമില്ലെന്നും നാളെ പത്രത്തോടൊപ്പം വാരാന്ത പതിപ്പ് ഉണ്ടാകുമെന്നുമായിരുന്നു റെസിഡന്റ് എഡിറ്റർ എം സ്വരാജ് പറഞ്ഞിരുന്നത്. ബിനിൽ, ഇതിപ്പോൾ പുറത്തു വന്ന വാർത്തകളെയൊക്കെ തള്ളിക്കൊണ്ടാണ് എം സ്വരാജ് അങ്ങനെയൊരു തലക്കെട്ടിൽ ഒരു പരാമർശമില്ല, നാളെ പത്രത്തോടൊപ്പം വാരാന്ത പതിപ്പ് ഉണ്ടാകുമെന്ന് പറയുന്നത്. നാളെ തന്നെ ഈ വാരാന്ത പതിപ്പ് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ അച്ചടി എന്തായാലും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഇന്ന് പുറത്തിറങ്ങാനിരുന്ന വാരാന്ത പതിപ്പിലാണ് അത്തരത്തിൽ ഒരു വിവാദം ഉണ്ടായിട്ടുള്ളത്. അതിൽ ഒരു ലേഖനമാണ്. ആ ലേഖനം കള്ളൻ വിജയൻ എന്നു പേരുള്ള ഒരു നാടക പ്രവർത്തകന്റെ ജീവിതം പറയുന്ന, അതേക്കുറിച്ച് പറയുന്ന ഒരു ലേഖനമായിരുന്നു ഉണ്ടായിരുന്നത്. അതേ വാരാന്ത പതിപ്പിൽ തന്നെയാണ് 21-നാണ്, മറ്റന്നാളാണ് വി.എസിന്റെ ഓർമ്മദിനം. വി.എസിനെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പും ആ വാരാന്ത പതിപ്പിലുണ്ട്. വി.എസിന്റെ ഓർമ്മക്കുറിപ്പും അതോടൊപ്പം തന്നെ ഈ ലേഖനത്തിന്റെ തലക്കെട്ട് അത് കള്ളൻ വിജയൻ എന്ന പേരിലുള്ളതാണ്. അത് രണ്ടും ഒരുമിച്ച് വരുന്നത് ഒരു അനൗചിത്യമാണ്. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരുമായി ചേർത്ത് വെച്ച് ഒരു ദുർവ്യാഖ്യാനം നടത്തും എന്നുള്ള ഒരു അഭിപ്രായമാണ് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ വിഭാഗത്തിലുള്ള ആളുകൾ തമ്മിൽ ആ ഒരു കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അതൊരു അഭിപ്രായ വ്യത്യാസം കൂടി ഉണ്ടായി. തുടർന്നാണ് ഇന്ന് സാങ്കേതിക പ്രശ്നം മൂലം ഈ വാരാന്ത പതിപ്പ് ഉണ്ടാകില്ല എന്നൊരു അറിയിപ്പ് ആദ്യം നൽകിയത്. പിന്നീടാണ് അനൌദ്യോഗികമായി ഇത്തരത്തിൽ ഒരു ലേഖനം അതിലുണ്ട്. ആ ലേഖനത്തിന്റെ തലക്കെട്ടാണ് പ്രശ്നം. ആ ലേഖനത്തിൽ പറയുന്നത് ഒരു നാടക പ്രവർത്തന ജീവിതമാണെങ്കിൽ കള്ളൻ വിജയകുമാർ എന്ന തിരുവനന്തപുരം സ്വദേശിയുടെ നാടക പ്രവർത്തകന്റെ ജീവിതം പറയുന്ന, അദ്ദേഹത്തിന്റെ പേര് വിജയകുമാർ എന്നാണ്. പക്ഷേ അദ്ദേഹം നാട്ടിൽ അറിയപ്പെടുന്നത്, നാടകത്തിലൊക്കെ അറിയപ്പെടുന്നത് കള്ളൻ വിജയൻ എന്ന പേരിലാണ്. പക്ഷെ അത് ദേശാഭിമാനിയിൽ വരുമ്പോൾ അത് ഇത്തരത്തിൽ ഒരു ദുർവ്യാഖ്യാനത്തിന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അത്തരം ചർച്ചകൾ വന്നു. തുടർന്നാണ് ഇന്ന് നൽകേണ്ട തീരുമാനിച്ചത്. ഇപ്പോൾ ആ ലേഖനം ഒഴിവാക്കിയിട്ടുണ്ട്. ആ ലേഖനം ഒഴിവാക്കിയായിരിക്കും വാരാന്ത പതിപ്പ് പുറത്തേക്ക് വരിക. അതിൽ മുഴങ്ങുന്നു ഇപ്പോഴും ആ കടലിടുമ്പം എന്ന പേരിലാണ് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള അന്തരിച്ച വി.എസ്. അച്യുതാനന്ദന്റെ ഓർമ്മക്കുറിപ്പുകൾ ഉള്ളത്. അതിൽ കെ.വി. സുധാകരൻ, അദ്ദേഹത്തിന്റെ മുൻ പ്രസ് സെക്രട്ടറിയാണ് വി.എസിന്റെ, അദ്ദേഹത്തിന്റെയാണ് കുറിപ്പ് പ്രധാനമായും. ആദ്യം പുറത്തു വന്ന അദ്ദേഹത്തിന്റെ കുറിപ്പിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിൽ വി.എസുമായി ബന്ധപ്പെട്ട കുറിപ്പിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് ദേശാഭിമാനി തന്നെ പറഞ്ഞു. നിലവിൽ എന്തായാലും ഈ തലക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഉണ്ടായിരുന്നത്. അത് ആ ലേഖനം പൂർണ്ണമായും ഒഴിവാക്കിയായിരിക്കും വാരാന്ത പതിപ്പ് വരിക. അതിന്റെ അച്ചടി ദേശാഭിമാനി തുടങ്ങിയിട്ടുണ്ട്. നാളെ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെയോ മറ്റന്നാളോ എത്തുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.